അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് റെസിപ്പി ആയാലോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ സ്പിരിച്വാലിറ്റിയൊക്കെ വിട്ടിട്ട് ഞാൻ കുക്കിംഗ് ചാനൽ തുടങ്ങിയതാണോ എന്ന്. അല്ല, ഇതൊരു പുതിയ തരം റെസിപ്പിയാണ്. ഇതിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പൊടിയൊക്കെ എടുത്ത് നല്ല ചൂടുവെള്ളമൊക്കെ കൊടുത്ത് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെയാണെങ്കിലാണല്ലോ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇടിയപ്പത്തിന് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുകയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വർത്തമാനം പറയുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ മാവ് ഇത് ഞാൻ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇതേ ഇടിയപ്പമൊക്കെ ഞാൻ പിഴിഞ്ഞ് കഴിഞ്ഞു. ഇടിയപ്പം പിഴിഞ്ഞ് തട്ടിലൊക്കെ ആക്കി വയ്ക്കാൻ പോവാണ്. ഇത് നമ്മൾ പറയുന്നതെല്ലാം അബ്സോർബ് ചെയ്തെടുത്തിട്ട് പിന്നെ എന്താ ടേപ്പ് റെക്കോർഡർ പോലെ നമ്മളെ കേൾപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും അതിൽ നമ്മൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കും. അതിൻ്റെ കൂടെ വേറൊരു ഡിവൈനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേരാണ് നാമസ്മരണം. അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള പാട്ടുകളാവാം, ഭജനകളാവാം, ഭഗവാന്റെ നാമങ്ങളാവാം. ഇതെല്ലാം ആ ഒരു ഭക്ഷണം വലിച്ചെടുക്കുന്നു എന്ന് അറിയുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ കാര്യമായിരിക്കുമല്ലോ. അത്തരത്തിലുള്ളൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്ത് സംസാരിക്കുന്നു, നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ആഡ് ചെയ്യുന്നു എന്നുള്ളത്, ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വളരെ പ്രധാനമാണ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ച ഒരു കാര്യമാണ് പറയുന്നത്. കാരണം എപ്പോഴും നമ്മുടെ ഈ പാത എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസുകൾ നമ്മളെ നയിക്കുന്നൊരു പാതയാണ്. വെറുതെ നമ്മൾ കാണാതെ പഠിച്ചിട്ട് എഴുതുന്ന പോലെയല്ല. നമുക്ക് ഗുരുക്കന്മാർ ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസിലൂടെ നമ്മളെ നയിക്കുക ചെയ്യുക. അപ്പം നമ്മുടെ മനസ്സിലത് തറഞ്ഞു കിടക്കും ഓരോ പ്രാവശ്യവും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. ഇത് എനിക്ക് ബാംഗ്ലൂർ യാത്രയിൽ ദേവിയമ്മയെ കാണാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ ഏതായാലും കുക്കിങ്ങൊക്കെ നിർത്തി വെച്ചിട്ട് നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊരു പാചക സംഭവം. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ അടുത്ത കാലത്ത് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ദേവിയമ്മയെ കാണാനാണ് പോയത്. ട്രെയിനിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലി ഉണ്ടായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ 4-5 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രിയാണ് ട്രെയിൻ. അപ്പോൾ രാത്രി ഭക്ഷണം ട്രെയിനിൽ നിന്ന് മേടിക്കാൻ ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ ചപ്പാത്തിയും കറിയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ആര്യാണ് കൂടെ ഉണ്ടായിരുന്നത്. ആര്യ കറി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചപ്പാത്തി അമ്മ പരത്തി തരുമായിരുന്നു. എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പം കുറച്ചധികം ചപ്പാത്തികൾ വേണമല്ലോ. അപ്പോൾ ചപ്പാത്തി അമ്മ പരത്തി തരും, ഞാനത് ചൂടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ചുടുമ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നി, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, നാമം ജപിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങനെ നിർത്തിയിട്ട് ഒരു 3-4 ചപ്പാത്തി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളൊരു 7:30 ആയപ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചും കൂടെ സമയമുണ്ടല്ലോ ഉറങ്ങാൻ. അപ്പോൾ ഞാൻ ദേവിയമ്മയുടെ ബുക്ക് ഓട്ടോബയോഗ്രഫി ഓഫ് സിദ്ധ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും കൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ടും, അതുമാത്രമല്ല നമ്മളൊരു സിദ്ധയെ കാണാൻ പോകുമ്പോൾ അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ. പലപ്പോഴും നമുക്ക് അറിവില്ല അവരെ പറ്റി. നമുക്ക് അവരെ കാണുമ്പോൾ നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യർ, പക്ഷേ അവരുടെ ആധ്യാത്മിക തലത്തിൽ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ അവരുടെ വാക്കുകൾ തന്നെ നമുക്ക് വേണം. അപ്പോൾ ഞാൻ ദേവിയമ്മയെ പറ്റി മനസ്സിലാക്കാനും, പിന്നെ നല്ല ഒരു ബുക്കാണ് ഓട്ടോബയോഗ്രഫി ഓഫ് സിദ്ധ. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇംഗ്ലീഷിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ മേടിച്ച് വായിക്കും. അപ്പം ഞാൻ അത് ഇൻട്രസ്റ്റോട് കൂടെ തന്നെ വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തുറന്നപ്പോൾ തന്നെ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, റാൻഡംലിയാണ് ഞാൻ തുറന്നപ്പോൾ വന്ന ഭാഗം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായി. സിക്രോണിസിറ്റി എന്ന് പറയുന്നതാണ്. പ്രപഞ്ചം നമുക്ക് എന്താണോ സന്ദേശം തരുന്നത്, നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ നിൽക്കുന്നു, ചിലപ്പോൾ പ്രപഞ്ചം നമുക്ക് ഉപകാരപ്രദമായ സന്ദേശങ്ങൾ തരും. സ്പിരിച്വാലിറ്റിയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും അത് അനുഭവമാണ്. കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ വരും. ഇപ്പം മൊബൈലിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഓക്കെ അതിൽ അങ്ങനത്തെ ഒരു ഫംഗ്ഷനുണ്ട്. ഇപ്പം നമ്മൾ എന്ത് നോക്കുന്നു അതിനെപ്പറ്റിയുള്ള പരസ്യങ്ങളും ആഡ് വരും. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ബുക്ക് ഞാൻ തുറക്കുകയല്ലായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം തന്നെയാണ്. അത് വന്നത്
ദേവിയമ്മയ്ക്ക് ബുദ്ധനുമായിട്ടുണ്ടായ ഒരു സമാഗമാണ്. നമ്മളെപ്പോലെയല്ല, നമ്മളൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് പോലെ ദേവിയമ്മയ്ക്ക് ഗുരുക്കന്മാരെ നേരിട്ട് കാണാൻ തന്നെ ഉള്ളൊരു സിദ്ധിയുണ്ട്. അപ്പോൾ പൗർണമി ദിവസങ്ങളിൽ ശ്രീബുദ്ധൻ ദേവിയമ്മയ്ക്ക് ദർശനം നൽകാറുണ്ട്, നേരിട്ട് കാണാറുണ്ട്. അപ്പോൾ ദേവിയമ്മ പറയുന്നു, സാധാരണഗതിയിൽ ബുദ്ധൻ വന്നു കഴിയുമ്പോൾ ദേവിയമ്മയുടെ മൂക്കിൽ ഇങ്ങനെ അങ്ങ് തൊടുന്ന് വരുന്ന വഴി. അപ്പോൾ ദേവിയമ്മ സമാധിയിലേക്ക് പോകും, ധ്യാനത്തിലേക്ക്, നീണ്ട ധ്യാനത്തിലേക്ക് മുഴുകി പോകും. പിന്നെ ദേവിയമ്മ കണ്ണു തുറക്കുമ്പോഴേക്കും ബുദ്ധൻ അപ്രത്യക്ഷനായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ദേവിയമ്മയ്ക്ക് അത് ബുദ്ധപൂർണിമയായിരുന്നു, ബുദ്ധൻ്റെ ജയന്തി, ബുദ്ധജയന്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിവേദ്യമുണ്ടാക്കി സമർപ്പിക്കണമെന്ന് ദേവിയമ്മ ആഗ്രഹിച്ചു. ഇതുപോലെ തന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കോയിൻസിഡൻസാണ് ഞാൻ ആലോചിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവിയമ്മ അമ്മയുടെ അടുത്ത് സംസാരിക്കണം. അപ്പം അമ്മ ദേവിയമ്മയുടെ ആങ്ങളയുടെ ഭാര്യ വഴക്ക് പറയുകയോ മറ്റോ ആണ്. എന്തോ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ കുറച്ചങ്ങായപ്പോൾ ദേവിയമ്മ പറഞ്ഞു, അമ്മ ഇത് നിർത്ത്, നമുക്ക് ഭജന പാടിക്കൊണ്ട് വേണം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഭജന പാടിക്കൊണ്ട് അവർ ബാക്കി ചപ്പാത്തി ഉണ്ടാക്കി. ആ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് അന്ന് രാത്രി ബുദ്ധൻ പ്രത്യക്ഷപ്പെട്ട് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചത് ബുദ്ധൻ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവിയമ്മ ഇങ്ങനെ തല പിടിച്ചു എന്ന് പറഞ്ഞു, ബുദ്ധന് എത്താത്ത രീതിയിൽ. അപ്പോൾ ബുദ്ധഭഗവാന് മനസ്സിലായി ദേവിയമ്മയ്ക്ക് താൻ കൊടുത്ത ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അദ്ദേഹം ആ ചപ്പാത്തി ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കാണിച്ചു എന്ന്. അപ്പോൾ ഈ ഗ്രാമഫോൺ കറങ്ങുമ്പോൾ പാട്ട് വരില്ലേ, അതേപോലെ ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തിയിൽ നിന്ന് ആ ഒരു ദേവിയമ്മയുടെ അമ്മയുടെ ആ ഒരു ശബ്ദം വന്ന് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ചീത്ത പറയുന്നത്, മറ്റേ മരുമകളെ വഴക്ക് പറയുന്നതൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബുദ്ധഭഗവാൻ കഴിക്കാതെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് അവസാനത്തെ ചപ്പാത്തികളിലും ഇങ്ങനെ കാണിച്ചു, ഓരോ ചപ്പാത്തിയായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ദേവിയമ്മ അത്ഭുതത്തോടെ ഇത് നോക്കിയിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു റെക്കോർഡറിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ പതിയുന്നു, അതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തകളും അതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ അവസാനത്തെ ചപ്പാത്തികളിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പം ഭജനയാണ് വരുന്നത്. അപ്പോൾ ദേവിയമ്മയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ നാമസ്മരണയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ആ ഒരു ചപ്പാത്തി അദ്ദേഹം ഭക്ഷിച്ചു. അതിനുശേഷം ദേവിയമ്മയെ അനുഗ്രഹിച്ചിട്ട് പോയെന്ന്. അപ്പോൾ ഞാനിത് വായിച്ചിട്ട് സ്റ്റണ്ടായിപ്പോയി. കാരണം എനിക്ക് അന്ന് അതേപോലെ തന്നെ ഒരു അനുഭവം, ഞാൻ ഇതുപോലെ തന്നെ അമ്മോട് പറയുകയും ചെയ്തു. എന്നിട്ട് നമുക്കിതൊന്നും പറഞ്ഞുകൊണ്ട് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാനും. അപ്പോൾ 3-4 ചപ്പാത്തി ബാക്കിയായി. അതൊരു പക്ഷേ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തി ആയിരിക്കാം, ഞങ്ങളിത് കഴിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു അനുഭവം വന്നിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. ഞാൻ ആര്യോടും പറഞ്ഞു, ആര്യ ഇപ്പം ഞാൻ എടുത്ത ഭാഗം ഇതാണ്, നമ്മൾ ചപ്പാത്തി കഴിച്ചു തുടങ്ങി. അപ്പോൾ ആര്യ പറഞ്ഞു, ഞാനും ആ ഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഈ നോൺ വെജ് കഴിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉള്ളിലേക്ക് എടുക്കുന്നത്? നോൺ വെജ് കഴിക്കരുതെന്ന് ഗുരുക്കന്മാർ പറയുമ്പോൾ അതിനെ ഒരുപാട് അപഹസിക്കുന്നുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ഹിന്ദു മതത്തിൻ്റെ എന്ത് കാര്യം പറഞ്ഞാലും അതിനെ ഒരു അജണ്ടയായിട്ട് അവരങ്ങ് മാറ്റും. മറ്റ് നിശബ്ദരായ മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നതിന് ഇത്രയധികം അപഹസിച്ചുകൊണ്ട് ബീഫ് ഫെസ്റ്റിവലും, പിന്നെ ബീഫ് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, സിനിമകളിലൊക്കെ ബീഫും പൊറോട്ടയും ഒരു അവിഭാജ്യ ഘടകമാക്കി കഴിഞ്ഞില്ല സംവിധായകരും നിർമ്മാതാക്കളും. അപ്പോൾ അതാണ് എന്താ പറയുക, മതനിരപേക്ഷത, അത് വിശാല ഹൃദയർന്ന് കാണിക്കാനായിട്ട് ഈ പാവപ്പെട്ട പശുക്കളെ, പന്നികളെ അല്ലെങ്കിൽ ഏത് മൃഗത്തിനെയും കൊല്ലുന്നതാണ് ഇപ്പോഴത്തെ എന്താ പറയുക മതനിരപേക്ഷതയായിട്ട് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിലാക്കി ക്ഷേത്രങ്ങളുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നു. ഞാനും ഇപ്പം നമ്മുടെ അവിടെ അടുത്തുള്ള കോതകുളങ്ങര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ ഇടിയിറച്ചിക്കട എന്നാണ് കാണുന്നത് നമ്മൾ ഇറങ്ങുമ്പോൾ. അപ്പം ഞാൻ പലപ്പോഴും അവിടെ നിന്ന് വരുമ്പോഴായിരിക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ഇത്ര പരിസരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഇറച്ചിക്കടകൾ പാടില്ല എന്ന് ഒരു നിയമമൊന്നുമില്ല. കാരണം അത്രയും പാവനമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെയൊക്കെ നിറയെ ഇറച്ചിക്കടകളാണ്. അപ്പോൾ അതിനെ അങ്ങോട്ട് സാമാന്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരാൾ നോൺ വെജ് കഴിക്കുമ്പോൾ പുള്ളിലേക്ക് എന്താ ചെല്ലുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നോൺ വെജ് കഴിക്കുമ്പോൾ എന്തായാലും ഒരു മൃഗവും സന്തോഷത്തോടെയല്ല, വേദനിച്ച് തന്നെയാണ് മരിക്കുന്നത്. അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. ഒരു ഇറച്ചിക്കടയിൽ അല്ലെങ്കിൽ ഇവയെ കൊല്ലുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടായിരിക്കും ആ മൃഗങ്ങൾ മരിക്കുന്നത്. അത് അതേപോലെ തന്നെ റെക്കോർഡഡ് ആവുകയല്ലേ അവരുടെ ശരീരത്തിൽ. ആ റെക്കോർഡിങ്സ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ ഫലം എന്താണ്? വേദന തന്നെ. അപ്പോൾ വേദനിപ്പിച്ചിട്ട് ഉള്ള ഭക്ഷണം നമ്മൾ രുചിക്ക് വേണ്ടി മാത്രമാണ് കഴിക്കുന്നത്. കാരണം പ്രോട്ടീനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും പ്രോട്ടീൻ കിട്ടുന്ന സസ്യ ഭക്ഷണങ്ങൾ ധാരാളമുണ്ട്. പിന്നെ ചിലർ ചോദിക്കും, അപ്പോൾ
എന്താ പറയുക, പ്ലാന്റ്സിന് വേദനിക്കുന്നില്ലേ പറിച്ചെടുക്കുമ്പോൾ? പ്ലാന്റ്സിന് വേദനയുണ്ട്, പക്ഷെ ഇത്രയും തീവ്രമായ വേദനയില്ല. കാരണം അവർ എവല്യൂഷൻ്റെ ഏറ്റവും താഴത്തെ ഏറ്റവും കുറഞ്ഞ താട്ടുകളിൽ നിൽക്കുന്നതാണ്. ഇത്രയും വേദന അവർക്കില്ല. ഒരു പഴം പാകമായിട്ട് താഴെ വീഴുമ്പോൾ അല്ലെങ്കിൽ പഴം പറിച്ചെടുക്കുമ്പോഴൊന്നും അത്രയും വേദനയൊന്നും പ്ലാന്റ്സിലില്ല. അതുകൊണ്ട് ഇതും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി, ഇത് ഇവർക്ക് എവല്യൂഷനിൽ ഇവരെ കൊല്ലുമ്പോൾ ഇവരെ അറക്കുമ്പോൾ ഇവർ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദന ആ ഭക്ഷണത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന നോൺ വെജ്, അൺകോൺഷ്യസ് ആയിട്ട് കഴിക്കുന്ന നോൺ വെജ് ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണ് ചെയ്യുന്നത്. ഈ പറയുന്നത് കൊണ്ടൊന്നും എന്താ പറയുക, നോൺ വെജ് കഴിക്കുന്നവർ കഴിക്കാതിരിക്കില്ല. പക്ഷെ കുറേ പേരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് നോൺ വെജ് ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് പതുക്കെ 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 നമ്മുടെ ഫ്രീക്വൻസി മാറുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു ഓട്ടോബയോഗ്രഫി ഓഫ് സിദ്ധ പോലത്തെ ഒരു ബുക്കൊക്കെ ദേവിയമ്മ എഴുതിയത് അത് വായിക്കുക തന്നെ വേണം. കാരണം എന്താ, നാസ്തികത പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം മതങ്ങൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ അതുപോലെയാണ്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുവന്ന് രാഷ്ട്രങ്ങളെ എത്തിക്കുകയാണ് മതം ചെയ്യുന്നത്. അതുകൊണ്ട് നാസ്തികത വരുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ നല്ല ഗുരുക്കന്മാർ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഇതുപോലത്തെ ദർശനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈശ്വരൻ എല്ലാവർക്കും പ്രാപ്യമാണ് എന്ന് പറഞ്ഞിട്ട് കുറേ നിയമങ്ങളുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്ന് ഇവർ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവിയമ്മയ്ക്കും ഗുരുപരമ്പരയ്ക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.